ബോണസ് ഷെയറുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബോണസ് ഷെയർ എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കും. ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്, ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് issued by the company to the existing shareholders out of the accumulated profit of the company. ഒരു കമ്പനിയുടെ കരുതൽ നിക്ഷേപങ്ങളിൽ നിന്ന്, അതിനാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന്, നിലവിലില്ലാത്ത ആളുകൾക്ക് കിട്ടില്ല, നിലവിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അഡീഷണലായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണസ് ഷെയർസിൻ്റെ പ്രത്യേകത, ഇത് കിട്ടുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടത്തുള്ളൂ. അവരെടുത്തിരിക്കുന്ന ഷെയറുകളുടെ പ്രപ്പോർഷൻ അനുസരിച്ച് അവർക്ക് അഡീഷണലായിട്ട് ഷെയറുകൾ കിട്ടും. കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് ഇതിനു വേണ്ടി കമ്പനി പണം വിനിയോഗിക്കുന്നത്. ഇതിനെയാണ് ബോണസ് ഷെയർസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ കമ്പനീസ് ആക്ട് 2013 സെഷൻ 63 ഇതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഗിവൺ ടു ദി കറണ്ട് ഷെയർ ഹോൾഡേഴ്സ് വിത്തൗട്ട് എനി അഡീഷണൽ കോസ്റ്റ് based upon the number of shares that a shareholder owns. These are company's accumulated earnings which are not given out in the form of dividend but are converted into free shares. ഈ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, ബോണസ് ഷെയർസ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണലായി കൊടുക്കുന്ന ഒന്നാണ്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം വാങ്ങുന്നില്ല. പണം വാങ്ങാതെ കമ്പനിയുടെ കരുതൽ നിക്ഷേപങ്ങളെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നതാണ് ബോണസ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റിസർവ് ഫണ്ടുകളെ ക്യാപിറ്റലാക്കി കമ്പനി കൺവേർട്ട് ചെയ്യുകയാണ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട്. അപ്പോൾ ഓരോ ഷെയർ ഹോൾഡേഴ്സും എടുത്തിരിക്കുന്ന ഷെയറുകളുടെ പ്രപ്പോർഷൻ അനുസരിച്ച്, ചിലപ്പം 5 എണ്ണം എടുത്തിരിക്കുന്നവർക്ക് 2 എണ്ണമാവാം, അല്ലെങ്കിൽ 1 എണ്ണം എടുത്തിരിക്കുന്നവർക്ക് അഡീഷണലായിട്ട് ഒന്നുകൂടെ കൊടുക്കുക. അങ്ങനെ അഡീഷണലായിട്ട് അവരെടുത്തിരിക്കുന്ന ഷെയറുകളുടെ പ്രപ്പോർഷൻ അനുസരിച്ച് ഷെയറുകൾ അഡീഷണലായിട്ട് കൊടുക്കുക. ഇത് കമ്പനിയുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഷെയറുകളെ അവർക്ക് പണമാക്കി മാറ്റുവാൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ പണമാക്കി മാറ്റാനും ഒക്കെ സാധിക്കും. ഇങ്ങനെയാണ് ബോണസ് ഇഷ്യൂ എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് ചില ഫീച്ചേഴ്സുകൾ, എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഡസ് നോട്ട് ചേഞ്ച് ദി പ്രപ്പോർഷൻ ഓഫ് ഓണർഷിപ്പ്. ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലാണ്. നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് തന്നെ അഡീഷണലായി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. എക്സ്റ്റേണലായ ഒരാൾക്ക് ഈ പറയുന്ന ഫണ്ട് ഷെയറുകൾ നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് തന്നെ ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രപ്പോർഷനിൽ യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാകുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ബെനിഫിറ്റ്. 2, ഇറ്റ് ലീഡ്സ് ടു ദ ഫോൾ ഓഫ് ഷെയർ പ്രൈസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറയും. എന്തുകൊണ്ട് കുറയും എന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് ഷെയർ കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിലുള്ള ഷെയറിൻ്റെ പ്രൈസിൽ കുറവ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. 3, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് കോസസ് ഡിക്ലൈൻസ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഈച്ച് ഷെയർ. ഓരോ ഷെയറുകളുടെയും മാർക്കറ്റ് വാല്യൂവിൽ മാത്രമല്ല കുറവുണ്ടാകുന്നത്, അതിൻ്റെ ബുക്ക് വാല്യൂയിലും ഡിക്രീസ് ഉണ്ടാകുന്നു. 4, നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ഇൻക്രീസസ് ആഫ്റ്റർ ദി റിലീസ് ഓഫ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഒരു കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയറുകൾ കമ്പനി കൈവശം വെച്ചിട്ട് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറുകളുടെ എണ്ണം, നമ്പറിൽ ഇൻക്രീസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. 5, പെർ ഷെയർ ഇൻകം ഡിക്രീസസ്. ഒരു ഷെയറിൽ ഉള്ള, അതായത് EPS, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഡിക്രീസ് ഉണ്ടാക്കും. ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം അത് ഡിക്രീസ് ഉണ്ടാക്കും. അവിടെ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ, നമ്പർ ഓഫ് ഷെയറുകൾ കൂടുകയാണ്. നമ്പർ ഓഫ് ഷെയറുകൾ കൂടുന്നതിനനുസരിച്ചാണ് ഈ ചേഞ്ചസുകളെല്ലാം ഉണ്ടാവുന്നത്. എന്തിനാണ് ഒരു കമ്പനി ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്? ഒരു കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, 1, ഇഫ് എ കമ്പനി ഹാസ് അക്യുമുലേറ്റഡ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഫിറ്റ്. ഒരു കമ്പനിയുടെ
ധാരാളമായി ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള കരുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാവുകയും ആൻഡ് ഇറ്റ് വാണ്ട്സ് ടു ക്യാപിറ്റലൈസ് സച്ച് പ്രോഫിറ്റ് ഫോർ ഫ്യൂച്ചർ. ഭാവിയിൽ അതിനെ അവർ ക്യാപിറ്റലിൻ്റെ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബോണസ് ഇഷ്യൂ ഉണ്ടാവുന്നത്. 2, the company may be under legal restrictions and may not be able to declare higher dividend despite its profits. ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻറ്റിനേക്കാൾ കൂടുതലായിട്ട് അതിന് ലീഗൽ റെസ്ട്രിക്ഷനുകൾ ഉണ്ട് എങ്കിൽ ആ കമ്പനിക്ക് ആ പരിധിക്കപ്പുറത്തേക്ക് ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് കൂട്ടുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ വരുന്ന റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കമ്പനി ഡിവിഡൻറ്റ് ക്യാഷായി ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഡിവിഡൻറ്റ് ഷെയറുകളായി ഇഷ്യൂ ചെയ്യും. 3, എ കമ്പനി മേ refrain from paying higher rate of dividend so as not to create unnecessary high expectation in the future. ഒരു കമ്പനിയുടെ റേറ്റ് ഓഫ് ഡിവിഡൻറ്റിനെ റെഡ്യൂസ് ചെയ്യിപ്പിച്ച് ഭാവിയിൽ അനാവശ്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസുകളും സ്പെക്കുലേഷനുകളും ഒഴിവാക്കുവാൻ ഒരു കമ്പനി ആഗ്രഹിക്കുന്നുവെങ്കിൽ ബോണസ് ഷെയറുകളിലൂടെയാണ് അത് സെറ്റിൽ ചെയ്യുന്നത്. അതുകൂടാതെ എ കമ്പനി മേ ഹാവ് എ പ്രോഫിറ്റ് റിസർവ് ബട്ട് നോട്ട് ഇനഫ് ലിക്വിഡ് ക്യാഷ് ടു ഡിക്ലെയർ റെഗുലർ ഡിവിഡൻറ്റ്. ഒരു കമ്പനിയുടെ ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഉണ്ട് റിസർവായിട്ട്, പക്ഷേ ലിക്വിഡായിട്ട് ക്യാഷ് ഇഷ്യൂ ചെയ്യുവാനില്ല എങ്കിൽ, ബാങ്കിലോ ക്യാഷ് കയ്യിലോ ഇല്ല എങ്കിൽ, അതിനെയാണ് ലിക്വിഡ് ക്യാഷ് എന്ന് പറയുന്നത്, ഇതില്ല എങ്കിൽ അതിന് പകരമായിട്ട് കമ്പനിക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ കഴിയും. പിന്നെ കമ്പനി നോമിനൽ ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർ മേ ഷോ എ ബിഗ് ഡിഫറൻസ്. ഒരു കമ്പനിയുടെ നോമിനൽ വാല്യൂയും, അതായത് നോമിനൽ വാല്യൂയും മാർക്കറ്റ് വാല്യൂവും തമ്മിൽ, മാർക്കറ്റിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ, നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് കമ്പനി ഇഷ്യൂ ചെയ്ത വാല്യൂ ആണ്. അവ തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അത് കുറയ്ക്കുവാൻ വേണ്ടി കമ്പനിക്ക് അഡീഷണലായി ബോണസ് ഇഷ്യൂകൾ ഇറക്കാം. അപ്പം നമ്പർ ഓഫ് ഇഷ്യൂ കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റ് വാല്യൂ റെഡ്യൂസ് ചെയ്തു വരും. ഇത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ സെബി എന്ന് പറയുന്ന സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിക്ക് ചില ഗൈഡ് ലൈൻസുകളുണ്ട്. ആ ഗൈഡ് ലൈൻസുകൾ അനുസരിച്ചാണ് ഈ പറയുന്ന ഇഷ്യൂസ് നടക്കുന്നത്. എന്താണ് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്, ഒരു കമ്പനിക്ക് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന ചില കണ്ടീഷൻസുകൾ കമ്പനി ഫുൾഫില്ല് ചെയ്തിരിക്കണം. നോ കമ്പനി ഷാൽ പെൻഡിങ് കൺവേർഷൻ ഓഫ് ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഓർ പാർലി പെയ്ഡ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഫുള്ളി പെയ്ഡ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഓർ പാർലി പെയ്ഡ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചറുകളെ ഇക്വിറ്റി ഷെയറുകളായി കൺവേർട്ട് ചെയ്യുവാനുള്ള കമ്പനികളുണ്ട് എങ്കിൽ, അഥവാ അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അങ്ങനെ ഉണ്ട് എങ്കിൽ, ഇല്ല എങ്കിൽ പെയ്ഡപ്പ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ഭാഗം മാത്രം, ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചറുകളുടെ ഒരു ഭാഗം മാത്രം ഇക്വിറ്റി ഷെയറുകളായി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഷെയറുകൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉണ്ട് എങ്കിൽ, ഷെയർസ് ബൈ വേ ഓഫ് ബോണസ് അൺലെസ് സിമിലർ ബെനിഫിറ്റ് ഈസ് എക്സ്റ്റെൻഡ് ടു ദി ഹോൾഡേഴ്സ് ഓഫ് സച്ച് FCDs ഓർ പാർലി പെയ്ഡപ്പ് ആയിട്ടുള്ള FCDs. പാർലി പെയ്ഡപ്പ് PCDക്കും FCDക്കും, അതായത് പാർലി പെയ്ഡപ്പ് ആയിട്ടുള്ള കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിനും ഫുള്ളി കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സിന് കൂടി ഈ ബെനിഫിറ്റ് കിട്ടണം. അവർക്ക് കൂടി ഈ ബെനിഫിറ്റിന് അവകാശമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ത്രൂ റിസർവേഷൻ ഓഫ് ഷെയർസ് ഇൻ പ്രപ്പോർഷൻ ടു സച്ച് കൺവേർട്ടബിൾ പാർട്ട് ഓഫ് FCDs ഓർ PCDs. FCDസിയുടെയോ PCDസിയുടെയോ അതിന് തുല്യമായ ഒരു തുക റിസർവായിട്ട് കരുതി വെച്ചിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള കൺവേർട്ടബിൾ ഡിബഞ്ചറോ പാർലി പെയ്ഡപ്പ് ആയിട്ടുള്ള കൺവേർട്ടബിൾ ഡിബഞ്ചറോ ഫ്യൂച്ചറിൽ അവർക്ക് ഇക്വിറ്റി ഷെയറുകളായി അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിബഞ്ചറുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് കൂടെ ഈ ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ വേണം കമ്പനി ഇത് ഇഷ്യൂ ചെയ്യുവാൻ എന്നുള്ളതാണ്. അതിന് തുല്യമായൊരു തുക റിസർവായിട്ട് അതിൻ്റെ പ്രപ്പോർഷനേറ്റായിട്ട് കരുതി വെച്ചിരിക്കണം എന്നുള്ളതാണ്. ബി പറയുന്നു, ദ ഷെയർസ് റിസർവ്ഡ് മേ ബി ഇഷ്യൂഡ് അറ്റ് എ ടൈം ഓഫ് കൺവേർഷൻസ്. എപ്പോഴാണോ ഇവരിത് കൺവേർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഇതുകൂടെ കൊടുക്കുവാൻ കഴിയണം. ഓഫ് സച്ച് ഡിബഞ്ചേഴ്സ് ഓൺ ദ സെയിം ടേംസ് ഓൺ വിച്ച് ദ ബോണസ് ഇഷ്യൂ വെയർ മെയ്ഡ്. ബോണസ് ഇഷ്യൂ നടത്തിയ സമയത്തുണ്ടായിരുന്ന ടേംസ് അഥവാ പ്രപ്പോർഷൻസ് എങ്ങനെയായിരുന്നു, അതേ പ്രപ്പോർഷൻ ആ സമയത്ത് കൺവേർട്ടബിൾ ഡിബഞ്ചറുകളെ ഇക്വിറ്റി ഷെയറുകളായി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടി കൊടുക്കുവാൻ കഴിയുന്നതായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നു, ബോണസ് ഷെയർസ് എപ്പോഴും ഇഷ്യൂ ചെയ്യേണ്ടത് ഒരു കമ്പനിയുടെ ഫ്രീ റിസർവുകളിൽ നിന്നായിരിക്കണം. ഫ്രീ റിസർവുകൾ എന്ന് പറയുന്നത് കമ്പനിയുടെ
ജെനുവിൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ നോർമൽ ആക്ടിവിറ്റിയിലൂടെ കമ്പനി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോഫിറ്റിനെയാണ് ജെനുവിൻ റിസർവ് എന്ന് പറയുന്നത്. സച്ച് റിസർവ് കൺസിസ്റ്റ് ഔട്ട് ഓഫ് ജെനുവിൻ പ്രോഫിറ്റിൽ നിന്നായിരിക്കണം ആ റിസർവുകൾ കമ്പനി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വാല്യൂവിനേക്കാൾ കൂട്ടി വാല്യൂ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത്. ആ സെക്യൂരിറ്റി പ്രീമിയം അവർ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാഷായി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടും യൂട്ടിലൈസ് ചെയ്യാം. ഇതെല്ലാം സെബി നൽകുന്ന ചില ഗൈഡ് ലൈൻസുകളാണ്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രമേ ഒരു കമ്പനിക്ക് ബോണസ് ഷെയറുകളെ ഇഷ്യൂ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. മൂന്നാമതായിട്ട്, ദ കമ്പനി ഷുഡ് എൻഷുർ ദാറ്റ് ആഫ്റ്റർ ദി ഇഷ്യൂ, ഈ ബോണസ് ഇഷ്യൂ നടത്തിയതിന് ശേഷം ദ റെസിജ്വൽ റിസർവ്, ഒരു കമ്പനിയുടെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്, കരുതൽ നിക്ഷേപം, ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദി ന്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇഷ്യൂ ചെയ്ത ബോണസ് ഷെയറുകൾ, അതിനെയാണ് ന്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതിൻ്റെ 40% ഉണ്ടായിരിക്കണം. എല്ലാ ഫണ്ടും എടുത്ത് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, ബോണസ് ഇഷ്യൂ ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ നമ്മൾ ഇഷ്യൂ നടത്തിയാലും ആ ന്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ 40% അക്യുമുലേറ്റഡ് പ്രോഫിറ്റായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം. നാലാമത് പറയുന്നത്, ഇറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദ കമ്പനി ഈസ് ഏബിൾ ടു ഷോ ദാറ്റ് 30% ഓഫ് ഇറ്റ്സ് ആവറേജ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഫോർ ദി പ്രീവിയസ് 3 years yield a rate of dividend of minimum 10% on its expanded capital base. കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റുകൾ, ഇഷ്യൂ ചെയ്യുന്നതിന് 3 വർഷത്തെ പ്രോഫിറ്റുകൾ എടുത്തു നോക്കിയാൽ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടാക്സിന് മുമ്പായിട്ട് 30% ഉണ്ട് എന്ന് കമ്പനി ഉറപ്പുവരുത്തിയിരിക്കണം. രണ്ടാമതായിട്ട്, ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ബോണസ് ക്യാപിറ്റൽ ഉൾപ്പെടെ, ബോണസ് ഷെയർ ഉൾപ്പെടെയുള്ള മുഴുവൻ ക്യാപിറ്റലുകൾക്കും മിനിമം 10% ക്യാഷ് ഡിവിഡൻഡായി കൊടുക്കുവാൻ കഴിവുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. ക്യാഷ് കൊടുക്കുന്നതിന് പകരം ബോണസ് ഇഷ്യൂ ചെയ്യുകയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ആളുകൾക്ക് ഡിവിഡൻഡ് ക്യാഷായി കിട്ടുന്നതിന് പകരമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് അഡീഷണലായി ഹ്യൂജ് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ മാത്രമേ പലപ്പോഴും ബോണസ് ഇഷ്യൂ നടപ്പിലാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 5, ദ കമ്പനി ഷുഡ് ക്യാപിറ്റലൈസ് ദ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. മറ്റൊരു പോയിന്റ് ഇവിടെ പറഞ്ഞു തരികയാണ്. ഒരു കമ്പനിയുടെ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിലുള്ള റീവാലുവേഷൻ എന്ന് പറയുന്നത്, റീവാല്യൂ ചെയ്തപ്പോൾ, വീണ്ടും വാല്യൂ ചെയ്തപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കിട്ടുന്ന തുക കൂടെ ഈ ഫണ്ടുകളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ബോണസ് ഇഷ്യൂ ഷുഡ് നോട്ട് ബി ഡിക്ലെയർഡ് ഇൻ ലീവ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന് പകരമായി, ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരമായി അവർക്ക് ഷെയർ കൊടുക്കുവാൻ പാടില്ല. ക്യാഷ് ഡിവിഡൻഡിനോടൊപ്പമാണ്, ക്യാഷ് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് കമ്പനി ബോണസ് ഇഷ്യൂ നടത്തേണ്ടത്. ക്യാഷ് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരമല്ല, അതിനോടൊപ്പം ചെയ്യണം എന്നുള്ളതാണ്. ഡിവിഡൻഡിന് പകരമായി ബോണസ് ഇഷ്യൂ ചെയ്യരുത് എന്നാണ് സെബിയുടെ ഗൈഡ് ലൈൻ പറയുന്നത്. ദി ബോണസ് ഇഷ്യൂ കനോട്ട് ബി മെയ്ഡ് അൺടിൽ ഓർ അൺലെസ് ദ പാർലി പെയ്ഡ് അപ്പ് ഷെയർസ് ആർ മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ്. പാർലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയറുകളെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയതിന് ശേഷം മാത്രമേ ബോണസ് ഇഷ്യൂ നടത്താവൂ. പാർലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയറുകൾക്ക്, പാർലി പെയ്ഡപ്പ് ഉള്ള ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം 100 രൂപ വിലയുള്ള ഒരു ഷെയറിന് 80 രൂപ വരെ വിളിച്ചിട്ടുള്ളൂ എങ്കിൽ അതിന് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യരുത്. ആ 80 രൂപയും 100 രൂപയാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാവൂ എന്നുള്ളതാണ്. അങ്ങനെ ബോണസ് ഇഷ്യൂ നടത്തണമെങ്കിൽ ഒരു കമ്പനി എങ്ങനെയുള്ളതായിരിക്കണം? പറയുന്നു, has not defaulted in the payment of interest or principal in respect of fixed deposit and interest on existing debentures or principal on redemption. അതായത് ഒരു കമ്പനിക്ക് ഒരു ഡിഫോൾട്ടുകളും ഒരു പരാജയങ്ങളും ഇൻട്രസ്റ്റ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോ, പ്രിൻസിപ്പൽ തുക, ഫിക്സഡ് ഡിപ്പോസിറ്റിന് പ്രിൻസിപ്പൽ തുക മടക്കി കൊടുക്കുന്നതിലോ, ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനോ, റിഡംഷൻ സമയത്ത് ഡിബഞ്ചറുകൾ മടക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രിൻസിപ്പൽ തുക കൊടുക്കുന്നതിന് ഒന്നും യാതൊരു വിധമായ ഡിഫോൾട്ടുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഹാസ് എ സഫിഷ്യൻറ്റ് റീസൺ ടു ബിലീവ് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ കൂടെ പറയുകയാണ്, ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. നിയമപരമായ ഒരു ഡ്യൂസുകളും
കൊടുക്കുവാനില്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും എംപ്ലോയീസിന് കൊടുക്കുന്നതായിട്ടുള്ള അവരുടെ PF പ്രോവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, അവരുടെ ഗ്രാറ്റുവിറ്റി, ബോണസ്, ഇവയ്ക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇവയെല്ലാം കൃത്യമായി കമ്പനി കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ കമ്പനിക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബോണസ് ഇഷ്യൂവിനെ സംബന്ധിച്ച് ബോണസ് ഷെയർ പ്രപ്പോസൽ മസ്റ്റ് ബി ഇംപ്ലിമെൻറ്റഡ് വിതിൻ ദ 6 months ഡേറ്റ് ഓഫ് പ്രപ്പോസൽ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുത്തിരിക്കുന്ന ഡിസിഷൻസ്, അങ്ങനെ എടുത്തിട്ടുള്ള ബോണസ് ഇഷ്യൂ ചെയ്യുവാനായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസിഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് 6 monthsനുള്ളിൽ ആ അപ്രൂവൽ കിട്ടി വിതിൻ 6 monthsനുള്ളിലായിട്ട് അത് നടപ്പിലാക്കിയിരിക്കണം എന്നുള്ളതാണ് അടുത്ത നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവയാണ്. അതോടൊപ്പം തന്നെ 2 പോയിൻറ്റ്സ് കൂടെ ഇവിടെ ഉണ്ട്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ദ കമ്പനി ഷാൽ കണ്ടെയ്ൻ എ പ്രൊവിഷൻ ഫോർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ് ആർട്ടിക്കിൾസ് ഓഫ്, ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ബോണസ് ഇഷ്യൂ നടത്തുവാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം, നിയമമുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എങ്കിൽ അവിടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അതിനു വേണ്ടി പാസ്സാക്കണം. ജനറൽ ബോഡി മീറ്റിങ്ങിൽ അത് പാസ്സാക്കി അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ക്യാപിറ്റലൈസേഷന് വേണ്ടി ഉൾപ്പെടുത്തുകയും വേണം. അങ്ങനെ നമ്മൾ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ, കോൺസിക്വൻറ്റ് ടു ദി ഇഷ്യൂ ഓഫ് ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ, ഇഫ് ദി സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും പെയ്ഡപ്പ് ക്യാപിറ്റലും ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റലിനേക്കാൾ എക്സീഡ് ചെയ്യപ്പെട്ടാൽ, കൂടിയാൽ എ റെസൊല്യൂഷൻ ഷാൽ ബി പാസ്ഡ്, അവിടെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി കമ്പനി ജനറൽ ബോഡി മീറ്റിങ്ങിൽ പാസ്സാക്കി ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ കമ്പനി നേടിയെടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് സെബിയുമായി ബന്ധപ്പെട്ട് സെബിയുടെ ഗൈഡ് ലൈൻസ് നൽകുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഒന്ന്, കമ്പനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്. ഒന്ന്, കമ്പനിയുടെ ക്യാഷിനെ പ്രോപ്പറായിട്ട് കമ്പനിക്ക് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം കമ്പനിയിൽ നിന്ന് ക്യാഷിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നില്ല ബോണസ് ഇഷ്യൂവിന് വേണ്ടി. നമ്പർ ഓഫ് ഷെയറുകളെ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. കമ്പനിക്ക് ആ പണം യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. 2, ഒരു കമ്പനിക്ക് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ, അതായത് കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയറുകൾ കുറവാണെങ്കിൽ ഈ ബോണസ് ഇഷ്യൂയിലൂടെ അതിനത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 3, റാഷണലൈസിങ് മാർക്കറ്റ് പ്രൈസ്, അതായത് ഒരു കമ്പനിയുടെ പ്രൈസ് മാർക്കറ്റിൽ ഹൈ ആണ് എങ്കിൽ ഈ ബോണസ് ഇഷ്യൂയിലൂടെ ആ പ്രൈസിനെ കുറച്ചുകൊണ്ട് റാഷണലൈസ് ചെയ്യാൻ സാധിക്കും. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇത് വളരെ എക്കണോമിക്കലാണ്. കാരണം കോസ്റ്റ് കുറവാണ്, ബ്രോക്കറേജ് വേണ്ട, കമ്മീഷൻ വേണ്ട, ഒന്നും വേണ്ട. കമ്പനി നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണലായിട്ട് ഷെയറുകൾ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വളരെ എക്കണോമിക്കലായിട്ട് കമ്പനിയുടെ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റിനെ ബിസിനസ്സിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ബോണസ് ഇഷ്യൂ കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയും. ഇനി എന്താണ് ഷെയർ ഹോൾഡേഴ്സിന് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? അവിടെ ഒന്ന് പറയുന്നു, ടാക്സിനെ സേവ് ചെയ്യാൻ പറ്റും. കാരണം ക്യാഷ് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ടാക്സുമായി ബന്ധപ്പെട്ട യാതൊരു കാൽക്കുലേഷൻസും അവിടെ ഉണ്ടാവുന്നില്ല. മാർക്കറ്റബിലിറ്റി കൂടുന്നു, അതായത് അവർക്ക് വിറ്റത് പണമാക്കി ക്യാഷാക്കി മാറ്റുവാനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കഴിയുന്നു. ഫ്യൂച്ചറിൽ ഈ ഇൻക്രീസ് ചെയ്ത ഷെയറുകൾക്ക് കൂടെ ഡിവിഡൻഡ് ലഭിക്കും, പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ അതവർക്ക് വളരെ പ്രോഫിറ്റബിളാണ്. ഹയർ ഫ്യൂച്ചറിലുള്ള ഹയർ ആയിട്ടുള്ള ഡിവിഡൻഡ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ ഡിവിഡൻഡ് കൂട്ടാൻ സാധിക്കുന്നു. സൈക്കോളജിക്കലായിട്ട് ഇതിനൊരു വാല്യൂ ഉണ്ട്, കാരണം അഡീഷണലായിട്ട് ഫണ്ട് അവർക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സൈക്കോളജിക്കലായിട്ട് ആളുകൾ കമ്പനിയെ കൂടുതൽ താല്പര്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അഡ്വാൻറ്റേജസ് പഠിക്കുമ്പോൾ 2 രീതിയിൽ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജസ് ടു ദി കമ്പനി, സെക്കൻഡ് വൺ അഡ്വാൻറ്റേജ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്? ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നോ ചേഞ്ച് ഇൻ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിൽ ചേഞ്ചസുകളൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് എന്താണ് അവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് ഷെയർ കൂടുന്നതിനനുസരിച്ച് കമ്പനി മാർക്കറ്റ് വാല്യൂ കുറയും. അപ്പോൾ നിലവിലുള്ള വെൽത്തും ഇഷ്യൂ ചെയ്തതിന് ശേഷമുള്ള വെൽത്തും ഏകദേശം ഒരേപോലെ തന്നെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ്.
2, ഇവിടെ വലിയ സ്പെക്കുലേഷൻസ്, ഊഹാപോഹങ്ങൾ ഇവിടെ നടക്കുവാനുള്ള ചാൻസ് വളരെയേറെയാണ്. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസുകൾ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. 3, കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ. ഒരു കമ്പനിക്ക് ഇങ്ങനെ ഇഷ്യൂ ചെയ്യപ്പെടണമെങ്കിൽ, ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് മുമ്പായിട്ട് സെബിയുടെ ഗൈഡ് ലൈൻസുകളെല്ലാം തന്നെ പാലിച്ചിരിക്കണം. അതിൻ്റെ പ്രൊസീജിയറുകൾ അല്പം കോംപ്ലിക്കേഷൻസുകൾ ഉള്ളതാണ്. ഇതാണ് ബോണസ് ഷെയറുകളുടെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. താങ്ക് യു.